കുക്കർ ഈ ദമ്മടാണ്ട്. സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി. ബിരിയാണിയൊക്കെ കൊറേ കാലമായി തിന്നിട്ട്. എന്ന് തിന്നതാ ബിരിയാണിയൊക്കെ? ലാബില്ലാതെ ബിരിയാണി എന്നിട്ട് എത്ര കാലായി? ബിരിയാണി എന്നിട്ട് കൊറേ കാലായി, 2 മാസമായി. 2 മാസോ? ആദ്യം നമ്മള് എപ്പോഴും കഴിച്ചൂലേനോ? അത് എപ്പോഴും കഴിച്ചിന്. എല്ലാ വെള്ളിയാഴ്ച കഴിച്ചിന്. വെള്ളിയാഴ്ച പള്ളി തിരിഞ്ഞു കഴിഞ്ഞ്. അതെ, ബിരിയാണി ഇല്ലാതെ കച്ചറ കരമ്പരയില് ഒന്നെങ്കിൽ പെരയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പുറത്ത് പോയി കഴിച്ചും. അതന്നെ അല്ലേ? അനക്കെന്താ പറയാല്ലേ? ഒന്നും പറയല്ല. അതൊന്നും പറയാല്ലാത്ത സൂപ്പർ. ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ബിരിയാണിന്റെ സ്പെഷ്യൽ എന്താണ്? ബിരിയാണി ആളെ കാട്ടി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ബിരിയാണിന്റെ സ്പെഷ്യൽ എന്താണ്? ബിരിയാണിയാണ്. എന്ത് ബിരിയാണിയാണ്? മീൻ ബിരിയാണി. മീൻ ബിരിയാണിയോ? അതെ, അത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് വെച്ച് പിടിച്ചോ. ഇജ് പാരി, ഇന്നെന്ത് ബിരിയാണിയാണ്? വേറെ ആളെ പിടി. ഇന്നെന്ത് ബിരിയാണിയാണ് ഇവരെ? മട്ടൻ ബിരിയാണി അല്ലേ? അപ്പൊ നിങ്ങള് ഇവല് ഇവിടെ ഗെയിം കളിച്ചിരിക്കാട്ടോ. നമുക്ക് അന്ന് മട്ടൻ ബിരിയാണി ഒക്കെ ആണല്ലോ ഇവല പറഞ്ഞിട്ടില്ല ചിക്കൻ വാങ്ങിക്കൊടുന്നത്. തക്കാളി അരിയാവനി ബിൽവാദ ഗെയിം കളിച്ചല്ലടാ. തക്കാളി അരിയാവാ. ഒരു 4 തക്കാളി തന്നെ. 4 തക്കാളിയാ? ഫ്രിഡ്ജിലൊന്നും എന്തും ഇല്ലല്ലേ നമ്മളത്? ഫ്രിഡ്ജൊക്കെ കഴിഞ്ഞിക്കണല്ലേ? തക്കാളി അരിയാൻ അതിന്റെ പ്രൊഫഷണലായ ആള്. തക്കാളി സ്ക്യൂസോ പച്ചക്കറിതാക്കണോ? പിന്നെ അങ്ങനെ സ്ലൈസ് ആയിട്ട് നല്ല അത്യാവശ്യം ഒന്നുകൂടി കട്ടി കൊടുക്കും കേട്ടോ. അങ്ങനെ കണ്ട ഒറ്റ സൈഡിക്ക് മാത്രം തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളി അരിയണ വരെ അങ്ങനെ ഒറ്റ സൈഡിക്ക് മാത്രം കേട്ടോ. ഏതാ കട്ടിങ് അല്ലേ? ഇത് വെപ്പിന് പോലെ ഉണ്ടേനോ? ചിലപ്പോ ചിലപ്പോ കല്യാണത്തിനൊക്കെ വെക്കാൻ പോലെ പണിയില്ലാത്തപ്പോ പൈസ ഇല്ലാതെ വെക്കാൻ പോകും. ഏതാ കട്ടിങ് പഠിക്കണം. എന്നിട്ട് ചിലത് അരിയണില്ല കേട്ടോ. ചിലത് വെറുതെ കത്തി ഇങ്ങനെ ചിലത് ഇങ്ങനെ കത്തി വെറുതെ ഇങ്ങനെ വരതണുള്ളൂ. ഏതാ പ്രശ്നങ്ങളേ? തക്കാളി തിന്നു കഴിഞ്ഞാൽ ഞാനും തിന്നു കേട്ടോ. ഇത് നമ്മക്കും തക്കാളി ഇഷ്ടാണതേ. മധുരം കുറച്ച് കമ്മിയുണ്ട്. അടുത്ത തക്കാളി അല്ലായിട്ടാണ്. പുളി കഴിക്കാനോ? പുളി കഴിക്കാനോ? പുള്ളി ചാടിയൊക്കെ പോകണ്ട. നമ്മളെ ഇവിടുത്തെ വ്യൂ ആണ്. ഇവിടുത്തെ വ്യൂ ഓണാക്കാം. മേടിക്കല്ലേ? ഓണാക്കിക്ക. നിങ്ങളെന്താണ് ആരും ഉസാറില്ലാത്ത? ഗെയിം കളിച്ചേ? ഗെയിം കളിച്ചിരിക്കാതെ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോ നമ്മളിവിടുത്തെ വ്യൂ കാണിച്ചു തരാം. വ്യൂ
ഇതാണ് നമ്മളിവിടുത്തെ വ്യൂ. എനിക്കെന്താണ് തണുക്കണല്ലേ? അടിപൊളി കളിയാണ് സ്നൈപ്പറോണ്ട് എനിക്കെന്താ റെഡി? റീൽസ് കാണാൻ മൊത്തേ നമ്മളീ കളിച്ചാൻ കൂട്ടോ? വേറെ സംഭവം കാണിച്ചു തരണോ? ഇതെന്താ പറയാ എനിക്ക് ബെന്റെ ടാബാണ്, ഓന്റെ ടാബാണ് അത്. ഇത് പാരക്കിൻസ് ഒന്നും ഉണ്ടാക്കണേ, എന്തൊന്നും പറയാല്ലാത്തെ. പരീക്ഷ എങ്ങനെ ഞമ്മളത്? പരീക്ഷ പക്കാ വൈബ് പരീക്ഷ അല്ലേ? അടിപൊളി. എത്ര ആൾക്കാർ, എത്ര ടീച്ചർമാരുണ്ടായിരുന്നു നമുക്ക് പരീക്ഷക്ക്? 7 ടീച്ചർമാര്, അതും 40 കുട്ടികളെ നോക്കാൻ 7 ടീച്ചർമാര്. 40 50 60 അത്രയല്ലേ ഉള്ളൂ. കണക്ക് എങ്ങനെയാ പരീക്ഷ? മുത്ത കണക്ക് എങ്ങനെയാ പരീക്ഷ? എന്തായാലും നമ്മളിപ്പോ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലാണ്. കുറച്ച് പഠിക്കുന്ന കൂട്ടത്തില. ഇജിപ്പോ എടുക്കോ പോകണ്ട് അറിയണ്ടല്ലോ. അതെ, പഠിപ്പ് കൂടിയിട്ടേ വാപ്പ ലാംഗ്വേജ് അടിച്ചാ ഓന്റെ അടുത്തിന്റെ പൈസ ഉണ്ട്, പൈസ ഉള്ള ടീമാണോ? സ്പേസ് ഇല്ലാതെ ഓന്റെ അടുത്ത് ഈ ഒരു 40 Pro ആണ്. അങ്ങനെ ഞാൻ സ്പേസ് ഇല്ല പറഞ്ഞിട്ട് സ്റ്റോറേജ് ഇല്ല പറഞ്ഞിട്ട് ഒരു 70 Pro വാങ്ങാൻ നിക്കണം അവന്. ഓനക്കൊക്കെയാണ് ലൈഫ്. ലെഗൻസ് നമുക്ക് എന്താ പറയാല്ലേ? ശരിയാണ്. നമ്മക്ക് എങ്ങനെയാ പരീക്ഷ? നമ്മൾ ജയിച്ചില്ലേ? നമ്മളാ മൂലക്കാണ് പോയിരുന്നില്ലേ? ഇവലാ നടുവിലാണ് പോയിരുന്നിക്കണേ. ആ ഓല വിചാരം അവർക്ക് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതാണേ. നമ്മള് മൂലക്കാണ് പോയിരുന്ന് തുണ്ടാണ് നോക്കി എഴുതി. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ എന്തായി നോക്കാം. ഇതൊന്ന് ഓഫ് ആക്കണ്ട കേട്ടോ. ഇതോ ആക്കില്ല, തുറന്നടാ. അതാകുമ്പോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി. അന്റെ കൈപ്പുണ്യം ഉണ്ടാവില്ല അപ്പൊ ഒന്ന് ഉണ്ടാവും. അടി പിടിച്ചിട്ടുണ്ടോ? ഇതാ പഞ്ഞ് വേണ്ട, ഇതിഞ്ഞ് വേണ്ട. പെപ്പർ ഉണ്ട്. പെപ്പറടെ പെപ്പർ, കുരുമുളക് പൊടി. ഇത് ഞാൻ കുക്കറിൽ ഇടൂലേ? ഇതാക്കിട്ട് നമ്മിട്ട് അതൊക്കെ ഇടണം. എന്ത് അതിട്ട് ഇല്ലാതെ മല്ലിച്ചപ്പിട്. ആ കൈയോടെ മുറിഞ്ഞോ? ഒന്നും ആയിട്ടില്ല. നല്ല പ്രൊഫഷണൽ ആവല്ലേ? അപ്പൊ കുറച്ച് ഇത് കൂടും. എത്ര ആൾക്കാരുണ്ട് വെച്ചാനി? 6 ആൾക്കാർ, 5 ആൾക്കാർ. മുണ്ടൂർ മാടനോ? അതാരാണ് മുണ്ടൂർ മാടൻ? ആരാണ്? പിടിപാടല്ലടാ. അതാരാണ്? അതാരാണ് അറിയില്ല. അല്ല കളിച്ചാൻ ഇതിലാരല്ലേ? ഇതിലാറില്ല. ജോൺലൈനെ കളിച്ചണ്. നമ്മ കളിച്ചാലെന്നാ കളിക്കേണ്ടി വരും. നമുക്ക് കളിച്ചേണ്ടി വരും. നമ്മളെ റൂമും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മളെ റൂമും കാര്യങ്ങളും കാണിച്ചു തരാം.
ഇതാണ് നമ്മളെ റൂം. എല്ലായിടത്തും വ്യൂ 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 ആണ് പക്ക. എവിടുന്ന് നോക്കിയാലും വ്യൂ. എവിടുന്ന് നോക്കിയാലും വ്യൂ. റൂമൊക്കെ ഫുള്ള് ലക്ഷറി റൂമാണ്. ചെറിയ പൈസക്ക് ലക്ഷറി റൂം. അതാണ് നമ്മളെ പ്ലാന്. എല്ലാം ബാത്റൂമും കാര്യങ്ങളും എല്ലാമേ ലക്ഷറി ബാത്റൂമും ലക്ഷറി റൂമും. ഇത് 4 ഇടണം. ലക്ഷറി റൂം. ഇവിടുത്തെ ഈ റൂമത്തെ വ്യൂ ആണ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഫോൺ ചിലപ്പോൾ അടിയിലേക്ക് പോകും. നമ്മൾ റിസ്ക് എടുക്കണില്ല. ഫോൺ അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എങ്ങനെയെന്ന് പോലും മനസ്സിലാവില്ല. ഇതാണ് വ്യൂ. ഫോൺ അതിന് തട്ടണൊക്കെ ഉണ്ട്. കൈ വരച്ചെടുക്കാൻ അടിയേക്ക് പോകുക എഴുതിയിട്ട്. റൂമും കാര്യങ്ങളൊക്കെ പക്കാ ലക്ഷറിയാണ്. ചെറിയ വില ലക്ഷറി റൂം. ഗുഡ് ബൈ. ഷൂറാക്ക കണ്ടോ? ഇനി മുകളിലത്തെ റൂം 2 നിലയാണ്. 1 നിലയല്ല, 2 നില. 2 നിലയ്ക്ക് നമുക്ക് ചെറിയ വില. ലക്ഷറി സാധനങ്ങൾ, ഫുള്ളി ലക്ഷറി. ഇത് പിന്നെ നമ്മളങ്ങനെ യൂസ് ആക്കാറില്ല. ഇത് നമ്മൾ ഉപയോഗിച്ചില്ല. അത് നമ്മൾ വെറുതെ എന്തിനേലൊക്കെ മുകളിലേക്ക് കയറുമ്പോൾ ഇല്ല പരിപാടികളാണ്. അധികം യൂസ് ആക്കൂല നമ്മള്. ഈ റൂം പിന്നെ നമുക്ക് കയറാൻ പേടിയാണ്. ഇത് ഇങ്ങനത്തെ റൂമാണ്. അധികം ആരും ഇവിടെ വരലില്ല. സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ അധികം ആരും ഇങ്ങോട്ട് വരൂല. എന്തൊരു ഒറ്റപ്പെട്ട റൂം മാതിരിയാണ്. റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ലക്കിൽ കിട്ടിയതാണ്. പക്കാ റൂം പറഞ്ഞാൽ പക്കാ റൂം അല്ലേ? പക്കാ റൂം അല്ലേ നമ്മളെ റൂം എങ്ങനെയുണ്ട്? പക്കാ റൂം അല്ലേ? നമുക്ക് എത്ര റൂമിന് എത്ര വരുന്നേ? മാസം 2000 RMB. എത്ര ആക്ക്? 7 ആക്ക്. 7 ആക്ക്. അപ്പൊ നാട്ടിലത്തെ വെറും 26,000. നാട്ടിലത്തെ വെറും 26,000. വെറും അല്ല, 26,000 പറയണം. വെറും പറയരുത്. വെറും 7 ആക്ക്. 7 ആക്ക്. ഒരാൾക്ക് നാട്ടിലെങ്ങനെ കിട്ടും? ഒരാൾക്ക് എത്ര വരിക? 3,800 റുപ്യക്ക് പക്കാ ലക്ഷറി റൂം. തെരഞ്ഞു കിട്ടിയ റൂമാണ്. പക്കാ ലക്ഷറി. പിന്നെ തെരയാതെ പിന്നെ കിട്ടിയേ? പെട്ടെന്ന് കിട്ടിയ. തെരഞ്ഞെറിഞ്ഞ് കിട്ടിയത് മോശമാണല്ലോ പറയണ. പെട്ടെന്ന് കിട്ടിയത്. നമ്മളെ പുതിയ കുക്കാണ്. നമ്മള് കേരളത്തിൽ നിന്ന് ഇറക്കിയ പുതിയ കുക്ക് ചക്ക. എന്താ പരിപാടി? ചെക്കന്മാരൊക്കെ ഫുള്ള് ഗെയിമിന് അഡിക്റ്റായ ചെക്കന്മാരാണ് ഇവരൊക്കെ. ഇപ്പം റീലും സിനിമക്കും അഡിക്റ്റായ ചെക്ക. ഇതിനവിടെ വേറെ പരിപാടിയാണ്. നിസ്കാരമാണ് നമുക്ക് മെയിൻ. നിസ്കരിച്ച് ഒച്ചുണ്ടാക്കാൻ പാടില്ല. നിസ്കാരമാണ് നമുക്ക് മെയിൻ. നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും എന്ത് പരിപാടി. നിസ്കാരമാണ് ആദ്യം അല്ലേ? നിസ്കാരമല്ല നമുക്ക് മെയിൻ. നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല. ആന്തേ
എന്നാ ശരി എന്നാ ശരി. നമ്മളെ ചിക്കരാവുണ്ട്. നിങ്ങളാരും നിസ്കരിച്ചില്ലല്ലോ. നിങ്ങളാരും നിസ്കരിച്ചിട്ടില്ല. ഹുസൈനും ഞാനും ബിൽവാദ് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കരിച്ചോ? ഇത് തേങ്ങടിച്ചൂടെ വന്നിട്ട് നിസ്കാരം കണ്ടിക്കണോ? ഇത് നിസ്കാരം കണ്ടല്ലോ. ആ ജുമേക്ക് ഇങ്ങനെ പള്ളിയിൽ പോകുന്നല്ലാതെ ഇത് നിസ്കരിച്ചിട്ടേ അല്ല. സാധനം പക്കാ സാധനം. ഞാൻ ജയിച്ചല്ലേ? ഞാൻ 5 കിലോമീറ്റർ ഓടും. അടിപൊളിയാ. ഓൻ പ്രോ പ്ലെയർ ആണല്ലോ. ഓനെ തന്നെ പറഞ്ഞു. പ്രോ പ്ലെയർ ജയിച്ചില്ലേ? ഞങ്ങളിഞ്ഞ് ഒറ്റക്കൊറ്റ കളിയാണ്. ഒറ്റക്കൊറ്റ കളിയാണ്. പൈസന്റെ പോക്കറ്റുണ്ട്. ആരോറ്റേ കളി കഴിഞ്ഞിട്ടില്ല. 5 മിനിറ്റ് ദമ്മിട്ടിക്കണേ 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 120 ദമ്മ് ഇട്ടിട്ടുള്ളൂ. ദമ്മിട്ടിട്ട് വേണം ഒരു പിടിക്കാൻ. എത്ര നാളായാലും ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും ബിരിയാണി കഴിച്ചിട്ട്. എന്താ നമുക്ക് കാട്ടിത്തട്ടേ നമുക്ക് കാട്ടിത്തട്ട് തന്നെ എന്ത് അഭിജ എന്താ കാണുന്ന നമുക്ക് കാട്ടിത്തട്ട്. എന്താണ് നമ്മളെയും കൂട്ടാ ബിസിനസ്സിലേ? ഇതില്ല അതിന്റെ ബിസിനസ്സാ? പിന്നെന്താണ് അത് വെറുതെ ഇനിയിപ്പോ പോവല്ലേ നിക്കണം. എവിടേക്ക് പോവാ നമ്മള്? നോട്ടച്ചു കാണിച്ചടന്നാ നമ്മളെ ചക്കന്മാർക്ക് കാട്ടി കൊടുക്ക്. ടിക്കറ്റ് കാട്ടി കൊടുക്ക്. ചെക്കന് നാട്ടിക്ക് പോകാണ്. ചൈനന്ന് എന്തേലൊക്കെ കൊണ്ടുവരണം എന്നുള്ളവര് പറഞ്ഞോളി. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയി കൊടുന്നേരും. അപ്പച്ചി പോകാണ്. അതെ വരുമോ അപ്പച്ചി? 2 മാസം കഴിഞ്ഞല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ വരുമോ? അത് പൊളിച്ച് ഇജെന്താ വരുമ്പോ വെച്ചോണ്ടിരാ? വേറെ കോളേജിൽ പോവാ. ഇജെന്താ വെച്ച് വരുമ്പോ കൊണ്ടുവരാ. ഇജ് ചെയ്യാം. പിന്നെ എന്റെ അമ്മ പൊടി എടുത്ത കൂട്ടാ കൊണ്ടുവരട്ടോ. എന്ത് പൊടി? ഒരു 2 പൊടി എൻ്റെ എള്ളൊക്കെ ഇതാക്കിയ പൊടി ഉണ്ടാവും. നോക്കട്ടേന്നോ? ആ ഫോൺ കൊണ്ടുപോയി കൊടുക്കുമ്പോ അമ്മ കജി തരും 2 കുപ്പി. അപ്പൊ കൊടുന്നാ മതി. അതാകുമ്പോ നമുക്ക് കഴിച്ചിരിക്കാം. ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊടുന്ന ഈ എള്ളും പൊടിയൊക്കെ കഴിഞ്ഞിക്കണേ. ഈ ഒരു കുപ്പിയിലേനും കൊടുന്നത് മൊത്തം കഴിഞ്ഞ് എല്ലാമേ തീർന്ന്. ഇനി 2ാമത് കൊടുന്നിട്ട് വേണം സാധനങ്ങളൊക്കെ. ആരെങ്കിലൊക്കെ ചൈനയൊക്കെ പോരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മലയിൽ നിന്ന് എള്ളും പൊടി ഒന്ന് വാങ്ങിയിട്ട് വരും. അമ്മ അതവിടെ പൊടിച്ച് വെച്ചിക്കണേ. നിങ്ങളാരല്ലേ നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മലയിൽ നിന്ന് എള്ളും പൊടി വാങ്ങി തരാൻ എൻ്റെ അമ്മ അതവിടെ പൊടിച്ച് വെച്ചിക്കണേ. റിച്ചാസിന് അതിന്റെ മുന്നാലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാൾ എള്ളും പൊടി അല്ലേ. എന്തായി കളി? എന്തായി കളി ഹുസൈൻ പറ്റിക്ക. ഹുസൈന തൊള്ള മാത്രമുള്ള അതിന് തൊള്ള മാത്രമുള്ള. ഇബല് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോ മുണ്ടാതൊക്കെ നിങ്ങളെന്താ ഞാൻ വരുമ്പോ മുണ്ടാതൊക്കെ നിങ്ങള്? ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ എന്തൊക്കെ പറയണ്ടല്ലോ. അങ്ങോട്ട് കേക്കണ്ടല്ലോ അച്ഛാ. നമ്മളോട് പറയാബേ. നിങ്ങളെന്താ പറയണോ അറിയ? ഇവരെന്തോ പറയണ്ട്. നമ്മളാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ അപ്പൊ അച്ഛമ്മളി ഉണ്ടാവും. നമ്മള് വന്ന ഞാൻ ഉണ്ടാതൊക്കെ
പറയും നമ്മളെയും കൂട്ടടങ്ങിയ ബിസിനസ്സിനൊക്കെ എന്ത് ബിസിനസ്? നിങ്ങളെന്താ പഠിച്ചാൽ മതി, 4 കൊല്ലല്ലേ പഠിച്ചു ബിസിനസ്. ഓ ചെക്കൻ്റെ അഡ്വാൻസ് ആണ് പറഞ്ഞ 4 കൊല്ലം പഠിച്ചാല ടൈമിൽ പഠിക്കുക, എന്നിട്ട് ബിസിനസ് കൊണ്ട് കാര്യമില്ല. ഓന് ഒപ്പം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ഓനാണ് നമ്മളോട് പറയണേ, അല്ലെ നമ്മള് പോവാൻ വേണ്ടി കാത്തിക്കണം എന്തൊക്കെ പറയാൻ, നമ്മള് പോവാൻ വേണ്ടി കാത്തിക്കണം എന്തൊക്കെ പറയാന്. കണ്ടോ മുണ്ടാതെ പച്ചമളി അല്ലേ ബിൽവാദ് റിശ്വാസേ. ബിൽവാദ് റിശ്വാസ് എന്തൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ എത്തുമ്പോൾ മുണ്ടാതൊക്കെ നമ്മളോട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മളവിടെ ഉണ്ടാകുമ്പോ മുണ്ടാതൊക്കെ ഒന്നും പറയില്ല. നമ്മളോട് പോന്നു കഴിഞ്ഞാൽ അപ്പം എന്തൊക്കെ പറയും. നമ്മൾ വന്ന അപ്പം ഉണ്ടാതെ അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ ദമ്മിട്ടിക്കണ്. ദമ്മ് ഇവിടെ ആവണില്ല, എന്താ ആവാത്താവത്. ഫ്രിഡ്ജില് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന അച്ചാറുണ്ട്, അച്ചാർ നല്ല നാരങ്ങ അച്ചാർ. ഫ്രിഡ്ജ് കണ്ടിട്ട് നിങ്ങള് തെറ്റിദ്ധരിക്കില്ല, ഇത് നമ്മളെ ബാച്ചിലേഴ്സിന്റെ ഫ്രിഡ്ജാണ്. ക്യാരറ്റൊക്കെ ഉണ്ട്. ആയിട്ടില്ലല്ലോ, ദമ്മിട്ടിക്കല്ലേ. ദമ്മിട്ടിട്ടുള്ളൂ. ഞാനൊരു ഉരുളെടുക്കട്ടെ ഹുസൈനെ. എന്താണ് ഹുസൈനെ, എങ്ങനുണ്ട്? അതങ്ങനെ കൈ എന്താ ഹുസൈൻ അപ്പം നീയാലും വേണ്ട എന്തൊന്നും ആയില്ല അപ്പം എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പക്കാസാണ്, രക്ഷയില്ല. സാധനം ദമ്മിട്ടിക്കാണ്. അത് കണ്ടത് സ്കോർ ചെയ്താ കച്ചറ 10. അതാ തൊള്ളാകരെ ഞാന് ഇന്നപ്പോ എന്തിനാ ലിൻസേ? ഇവിടെ എല്ലാ സക്കരയാണ് വലിച്ച വെറുതെ കച്ചാറ കൂടാ. ഓ നമ്മളെ മറ്റേ ചെറുക്കരി നിക്കട്ടെ. ബിസിനസ് പ്ലാൻ എന്നിട്ട് പാടില്ലൊന്നുമില്ലല്ലോ. കറുപ്പ് തുണിയൊക്കെ ഇട്ടിട്ട് അത് അത്രേ ഉള്ളൂ. ഈ കളി ജയിച്ചോണ്ട് കളി നമ്മള് ജയിച്ചു കൊടുക്കേണ്ടി വരും. അല്ല അപ്പൊ എന്താണ് ഈ കളി ജയിച്ചോ? ജയിച്ചോ? സ്നിക്കേഴ്സ് എടുക്കുവോ? സ്നിക്കേഴ്സ് എടുക്കട്ടോ. സ്നിക്കേഴ്സ് നമ്മക്കല്ലേ? സ്നിക്കേഴ്സ് നമ്മക്കാ. അതാ മറ്റേ വലിയ ആ ഭാഗത്ത് കൈക്കളി അല്ലെ കൈക്കളി. സ്പെഷ്യൽ ഐറ്റം ഈ ലൈറ്റ് അവിടുത്തെ ഫുള്ള് ലൈറ്റാ. സ്പെഷ്യൽ ഐറ്റം കൂട്ടി ഇളക്കണ്ട. അപ്പൊ റൈസ് മാത്രം ആക്കിട്ടോ. റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ മസാല മിക്സ് ആക്കി. നെയ്യാറിൻ്റെ മേലെ പറഞ്ഞു ബിരിയാണി ഇത് പുക ഇതൊക്കെ പോവാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പുടിക്കും.
ഇന്ന് ഒരു പുടുത്തം പൊടിക്കും. 3 മാസമായിട്ട് നമ്മള് വെറും ചോറ് മാത്രം അങ്ങനെ നിൽക്കല്ലേ. ഇപ്പൊ നമുക്കൊരു ബിരിയാണി കഴിക്കാം. സ്പെഷ്യൽ ബിരിയാണി. നിങ്ങക്ക് ബിരിയാണി വേണ്ടേ? നിങ്ങക്ക് വേണ്ട? നിങ്ങളെ കളി എന്തായി? കളി എന്തായി? ഹുസൈൻ കാര്യായിട്ടാ? നോക്കിട്ടോ നമ്മള് പ്ലേറ്റ് കൊടുന്ന് വെച്ചാലോ അപ്പത്തിന്. ബിലാതെ പ്ലേറ്റ് കൊടുന്നൊക്കെ. പ്ലേറ്റ് കൊടുന്ന് വെച്ചോ. പ്ലേറ്റ് കൊടുന്ന് വെച്ചോ. പ്ലേറ്റ്. പ്ലേറ്റ് നിരത്തിയേക്ക്. വള്ളമാണല്ലോ. ഇതന്നെ അടിപൊളിയായിട്ടില്ലേ? മറ്റേ ഇത് മസാലന്റെ നെയ്യും ഇതൊക്കെ അല്ലേ ചിക്കനിലുണ്ടാവും. ലാസ്റ്റ് അളക്കുമ്പളോ ഇത് വേണ്ടേ? ഉള്ളി ഇതും തൈരുണ്ടെന്നുണ്ടെ ഉള്ളി ഇതും ആക്കല്ലേ. തൈരിനൊക്കെ ഇവിടെ ഭയങ്കര വില കൂടുതലല്ലേ? ഇല്ല, തൈരിനൊക്കെ എത്രയാണ്? മറ്റേ സാധനം ഉണ്ടാക്കണോ? ഓരോ പ്ലേറ്റും ഉണ്ട് അങ്ങോട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അമർത്തി ഇതാക്കാനോ? പ്ലേറ്റ് ഉണ്ട്. ഇത് നമ്മള് ഹോട്ടലിലൊക്കെ ചെയ്യണ അതേ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ബിരിയാണി ഹോട്ടലിലൊക്കെ ചെയ്യണ മാതിരി ആദ്യം ചോറ് വറച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടെ ഇറച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടെ പിന്നെയും ചോറിട്ട് നമ്മളെ പ്ലേറ്റിലോട്ട് അങ്ങ് തട്ടും. കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാന്നില്ല. അപ്പൊ ഫസ്റ്റ് കിട്ടിയവനക്ക് അടിപൊളിയാ. അവന് ഇറച്ചി താവും വേണം. പ്രൊഫഷണൽ ഞങ്ങള് ഇത് കാണിച്ചു കൊടുത്താ നോക്കട്ടെ. സാധനം തട്ടട്ടെ. ചോറിക്കട്ടെ. നിങ്ങളെ കളി ആരയിച്ച് ഒഴിവാക്കി. അത്രേ ഉള്ളൂ. ഒരു പ്ലേറ്റ് കൂടി ഉണ്ട്. നല്ല ഒതന്റിക് ബിരിയാണി. നമ്മളെ സ്പെഷ്യൽ കുക്ക്. വരാൻ പറയേ. ഇച്ചിട്ടില്ല. അണക്ക് കിട്ടിയില്ലേ? അണക്ക് കിട്ടിയില്ല. ഞമ്മള് റൂമിലുണ്ട്. റൂമിലാണ്. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? കഴിച്ചോല എന്താ അവസ്ഥ അറിയാം? എങ്ങനെയുണ്ട്? കിടലം ബിരിയാണി നാട്ടിക്ക് വന്നതിന് ശേഷം ബിരിയാണി മിസ്സായി. ഇപ്പൊ കിട്ടി. ഇവിടേക്ക് വന്നതിന് ശേഷം നാട്ടിക്ക് വന്നതിന് ശേഷം തോറ്റിന്റെ എഫക്റ്റാ. ബിരിയാണി എങ്ങനെയുണ്ട്? അല്ല നിങ്ങളെന്താ കിട്ടിയാലിട്ട് പോയിക്കളി. ഇവിടെ എങ്ങനെ നിക്കണേ? ഞമ്മക്കുള്ള ബിരിയാണി
അന്റെ ഫോൺ മതിയാ ആ നാരങ്ങ അച്ചാർ കൊടുന്നാണ് ഒന്ന് പതരാം ഞാൻ വീഡിയോ എടുക്കണ്ട ഓ പക്കാതാണ് വരി എന്തൊരു നായം കഴിച്ച് ഇജ എവിടെ ടീമേ ഇജ എവിടെ നീ ഓ ഏതാ സാധനല്ലേ ബിരിയാണി ഞമ്മള് ചോറ് കഴിച്ചട്ടെ